Welcome to the new video of Engineering Geology. Module 2 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഇന്ന് മോഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റിസർവോയർ അസോസിയേറ്റഡ് എർത്ത് എന്ന് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ class of earthquake associated with impounding water in artificially created reservoir എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത റിസർവോയറിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എർത്ത് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺയ earthquake of India occurred in an area that stood classified as most stable and seismic. അതായത് ഇന്ത്യയിൽ ഡിസംബർ 10, 1967 കോൺയ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ സ്ഥലം എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ആൻഡ് അസീസ്മിക് എന്ന് ക്ലാസിഫൈ ചെയ്ത സ്ഥലത്താണ് അങ്ങനെയുള്ള എർത്ത് ഉണ്ടായത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അത് റിസർവോയർ അസോസിയേറ്റഡ് എർത്ത് ആയിരുന്നു അവിടെ സംഭവിച്ചത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. So causes എന്താണ് പറയുന്നത്? It is agreed that in certain region which are already critically stressed, earthquake could be caused during and after filling of water in the reservoir due to any one or both of the following reasons. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഓൾറെഡി ക്രിട്ടിക്കലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് റിസർവോയറിൽ വെള്ളം നിറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നിറച്ച് കഴിഞ്ഞോ എർത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് കാരണം എന്താണ്? ഒന്ന് സാഗിങ് എഫക്റ്റ് ഓഫ് ലോഡും സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസ് പോർ പ്രഷർ. ഓക്കെ, ഇതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ സാഗിങ് എഫക്റ്റ് ഓഫ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? സാഗിങ് എഫക്റ്റ് ഓഫ് ലോഡ്, since the rocks at the base of a basin are to bear additional load due to impounded water, these adjust to the new loads by bending or sagging, thereby initiating stress redistribution in their regimes. എന്ന് വെച്ചാൽ എന്താ? വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് ബേസിനിലുള്ള റോക്സിന് എന്ത് സംഭവിക്കും? കൂടുതൽ ലോഡ് എടുക്കേണ്ടി വരും. ഓക്കെ, വെള്ളം അവിടെ കെട്ടി നിന്ന ബേസിനിലുള്ള റോക്സിന് കൂടുതൽ ലോഡ് എടുക്കേണ്ടി വരും. സോ ഇത് ന്യൂ ലോഡ്സിലേക്ക് ബെൻഡ് അല്ലെങ്കിൽ സാഗ് ചെയ്യും. ഓക്കെ, സോ അവിടെ എന്ത് സംഭവിക്കും? സ്ട്രെസ് റീഡിസ്ട്രിബ്യൂഷൻ അവിടെ സംഭവിക്കും. ഓക്കെ, ബേസിലുള്ള റോക്സിൽ കൂടുതൽ വെള്ളം വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? കൂടുതൽ ലോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ന്യൂ ലോഡ്സിലേക്ക് ബെൻഡ് ചെയ്യും അല്ലെങ്കിൽ ഇത് സാഗ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദിസ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് മേ ബി സഫിഷ്യൻറ്റ് ഇൻ സർട്ടൈൻ ഓൾറെഡി ക്രിട്ടിക്കലി ബാലൻസ്ഡ് കേസസ് ടു ട്രിഗർ സീസ്മിക് ഷോക്ക്. അതായത് ഈ റീഅഡ്ജസ്റ്റ്മെൻറ്റ് മേ ബി സഫിഷ്യൻറ്റ് ചില സെർട്ടൈൻ ക്രിട്ടിക്കലി ബാലൻസ്ഡ് കേസിൽ സീസ്മിക് ഷോക്സ് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഈ റീഅഡ്ജസ്റ്റ്മെൻറ്റ്സ് സഫിഷ്യൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ നോർമൽ കേസ് ദ അഡീഷണൽ സ്ട്രെസ്സസ് മേ ബി സിംപ്ലി അബ്സോർബ്ഡ് ബൈ ദി ഇനോർമസ് സ്റ്റേബിൾ റോക്ക് റിജീംസ് ബിലോ. ഓക്കെ, നോർമൽ കേസിൽ എന്താണ്? അഡീഷണൽ സ്ട്രെസ് മേ ബി സിംപ്ലി അബ്സോർബ്ഡ് ബൈ താഴെയുള്ളത് അതിൻ്റെ അടിയിലുള്ള റോക്സ് സാധാരണ ചില കേസിൽ എന്ത് ചെയ്യും? ഈ അഡീഷണൽ സ്ട്രെസ് അബ്സോർബ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഇൻക്രീസ്ഡ് പോർ പ്രഷർ. ഓക്കെ, ഇൻക്രീസ്ഡ് പോർ പ്രഷർ എന്ന് വെച്ചാൽ when water is stored in a reservoir, the pore pressure in the basin rock is increased considerably. അതായത് വാട്ടർ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും? പോർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. Such an increase has an adverse effect on the shearing strength of the basin rock,
which may lead to failure and slippage and associated increase in seismicity. അപ്പോൾ എന്ത് സംഭവിക്കും? സച്ച് ആൻ ഇൻക്രീസ്, അതായത് അങ്ങനെ ഒരു ഇൻക്രീസ് സംഭവിക്കുകയാണെങ്കിൽ ആസ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദി ഷിയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, ബേസിൻ റോക്കിൻ്റെ ഷിയറിംഗ് സ്ട്രെങ്ത്തിനെ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. വിച്ച് ലെഡ് ടു ഫെയിലിയർ ആൻഡ് സ്ലിപ്പേജ്, അതായത് ഫെയിലിയറും സ്ലിപ്പേജും ഉണ്ടാക്കും. ഓക്കെ, ഷിയറിംഗ് സ്ട്രെങ്ത്തിനെ എഫക്റ്റ് ചെയ്യും, അപ്പോൾ ഫെയിലിയറും സ്ലിപ്പേജും ഉണ്ടാക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? സീസ്മിസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, it has been observed in many cases that seismicity associated with reservoir filling shows some different characteristics in terms of frequency, magnitude, foreshock, main shock and aftershock relationship as compared to normal tectonic earthquakes. Okay, normal tectonic earthquakesനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പറയുന്നത് ഫ്രീക്വൻസി, മാഗ്നിറ്റ്യൂഡ്, അതുപോലെ ഫോർ ഷോക്ക്, അതുപോലെ മെയിൻ ഷോക്ക്, അതുപോലെ ആഫ്റ്റർ ഷോക്കൊക്കെ എന്ത് ചെയ്യും? സം ഡിഫറൻസ്, അതായത് ഡിഫറൻസ് കാണിക്കും. ഓക്കെ, റിസർവോയർ ഫിൽഡ് എന്താണ് എർത്ത് ക്വേക്കും അല്ലാത്ത സാധാരണ ടെക്ടോണിക് എർത്ത് ക്വേക്കിനെ സംബന്ധിച്ച് എന്ത് ചെയ്യും? ഇത് ഡിഫറൻസ് ഈ പറയുന്ന ഷോക്സിൽ, അതായത് ഫ്രീക്വൻസി, മാഗ്നിറ്റ്യൂഡ്, പിന്നെ ഷോക്സ്, ആഫ്റ്റർ ഷോക്ക്, മെയിൻ ഷോക്ക്, ഫോർ ഷോക്കിലൊക്കെ എന്ത് സംഭവിക്കും? ഡിഫറൻസ് കാണിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സീസ്മിക് സോൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സീസ്മിക് സോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ദി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡിവാസ്റ്റേറ്റിംഗ് എർത്ത് ക്വേക്ക്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്തിനാണ് എപ്പോഴും എർത്ത് ക്വേക്ക് വരുന്ന, അല്ലെങ്കിൽ എർത്ത് ക്വേക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിന് ഉണ്ട്. The major reason for the high frequency and intensity of the earthquake is that the Indian plate is driving into Asia at a rate of approximately 47 mm per year. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ത് ചെയ്യും? ഡ്രൈവ്സ് ഇൻറ്റു ഏഷ്യ. എത്ര റേറ്റിലാണ്? 47 mm per year. ഓരോ ഇയറിലും 47 mm ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോഗ്രഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ ഷോ ദാറ്റ് ഓൾമോസ്റ്റ് 54% ഓഫ് ദി ലാൻഡ് ഈസ് വൾണറബിൾ ടു എർത്ത് ക്വേക്ക്. ഓക്കെ, 54% ലാൻഡും എർത്ത് ക്വേക്കിന് വൾണറബിൾ ആണ്, അതായത് എർത്ത് ക്വേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ഇന്ത്യ പറയുന്നത്. The latest version of Seismic Zone Map of India given in the Earthquake Resistant Design Code of India, അതാണ് IS 1893 Part 1 2002, assigns 4 levels of seismicity for India in terms of zone factor. Zone factorൻ്റെ അടിസ്ഥാനത്തിൽ 4 ലെവൽ ഓഫ് സീസ്മിസിറ്റി, അതായത് 4 ലെവൽസാണ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നത്. എന്താണ്? ഡിസൈൻ കോഡ്സിൻ്റെ, അതായത് ലേറ്റസ്റ്റ് ഡിസൈൻ കോഡ്സിൻ്റെ ബേസിസിൽ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, in other words, the earthquake zoning map of India divided India into 4 seismic zones, unlike its previous version which consists of 5 or 6 zones for the country. അതായത് ആദ്യത്തെ പ്രീവിയസ് വേർഷൻസിലൊക്കെ മാപ്സിലൊക്കെ എന്തുണ്ടായിരുന്നു? 5 അല്ലെങ്കിൽ 6 സോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് മാപ്പ് അനുസരിച്ച് എന്താണുള്ളത്? ഇന്ത്യയെ 4 സീസ്മിക് സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് സോൺ 2, 3, 4 ആൻഡ് 5 എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി പ്രസൻറ്റ് സോൺ മാപ്പ്, സോൺ 5 expected the highest level of seismicity, whereas zone 2 is associated with the lowest level of seismicity. ഓക്കെ, 2 മുതൽ 5 വരെയുള്ള 4 സീസ്മിക് ലെവൽസാണ് ഇന്ത്യക്കുള്ളത്. അതിൽ 2 ലോവസ്റ്റ് ലെവൽ ഓഫ് സീസ്മിസിറ്റിയും അതുപോലെ 5 എന്ന് പറയുന്നത് എന്താ? ഹയസ്റ്റ് ലെവൽ ഓഫ് സീസ്മിസിറ്റിയും ആണ്. ഓക്കെ, ഇതാണ് ഓരോ സോൺസും ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. 4 കളേഴ്സിൽ ഓരോ കളറും ഓരോ സോൺസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോൺ 2വിനെയാണ് ബ്ലൂ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ യെല്ലോ കളർ ഏതിനെയാണ് സോൺ 3 റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് യെല്ലോ കളർ എന്ന് പറയുന്നത്. ഓക്കെ, ഓറഞ്ച് കളർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? സോൺ 4നെയും അതുപോലെ റെഡ് കളർ സോൺ 5നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദി IS കോഡ് ഫോളോസ് എ ഡ്യുവൽ ഡിസൈൻ ഫിലോസഫി. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് അണ്ടർ ലോ പ്രോബബിലിറ്റി ഓർ എക്സ്ട്രീം earthquake events MCE the structure damage should not result in total collapse. എന്ന് വെച്ചാൽ അണ്ടർ ലോ പ്രോബബിലിറ്റി ഓർ എക്സ്ട്രീം earthquake, ലോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രീം earthquake ഇവൻറ്റ്സിൽ സ്ട്രക്ചർ ഡാമേജ് ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ ടോട്ടൽ കൊളാപ്സ്. ഈ സ്ട്രക്ചറിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് ടോട്ടൽ കൊളാപ്സിൽ എത്തിക്കില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? അണ്ടർ മോർ ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് earthquake events, ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് earthquake events ആണെങ്കിൽ ദ സ്ട്രക്ചർ ഷുഡ് സഫർ ഓൺലി മൈനർ ഓർ മോഡറേറ്റ് സ്ട്രക്ചറൽ ഡാമേജ്. ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് earthquake ആണെങ്കിൽ സ്ട്രക്ചറിന് മൈനർ അല്ലെങ്കിൽ മോഡറേറ്റ് സ്ട്രക്ചറൽ ഡാമേജസേ വരുമെന്നാണ് എന്താണ് IS കോഡ്സ് വിച്ച് ഫോളോസ് എ ഡ്യുവൽ ഡിസൈൻ ഫിലോസഫി അത് പറയുന്നത്. ഓക്കെ, the specifications given in the design code IS 1893-2002 are not based on detailed assessment of maximum ground acceleration in each zone using a deterministic or probabilistic approach. Okay, the specification given in the IS code, design codes എന്ന് പറയുന്നത് നമ്മൾ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് എന്താണ് കോൺക്രീറ്റിന് അതുപോലെ സ്റ്റീലിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഡ് ബുക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബുക്സിലെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കോഡ് അനുസരിച്ചുള്ള എന്താണ് ലോഡും അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോഡ് ബുക്സാണ് ഡിസൈൻ കോഡ്സ് എന്ന് പറയുന്നത്, IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡിസൈൻ കോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സ്പെസിഫിക്കേഷൻസ് ഗിവൺ ഇൻ ദ ഡിസൈൻ കോഡ് ആർ നോട്ട് ബേസ്ഡ് ഓൺ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ഓഫ് മാക്സിമം ഗ്രൗണ്ട് ആക്സിലറേഷൻ. അതായത് ഓരോ സോണിലും ഉള്ള മാക്സിമം ഗ്രൗണ്ട് ആക്സിലറേഷൻ്റെ ഡീറ്റെയിൽഡ് അസസ്മെൻറ്റിനെ ബേസ് ചെയ്തല്ല ഈ കോഡ് ബുക്കിലുള്ള ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ഉള്ളത്. ഓക്കെ, എന്താണ് അതൊരു ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് വഴിയാണ് സംഭവം അതിൽ നമ്മളെന്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ളത് ഇത് വെച്ചിട്ടാണ്. ഓക്കെ, instead each zone factor represents the effective period peak ground acceleration that may be generated during the maximum considered earthquake ground motion in that zone. അപ്പോൾ അതിന് പകരം ഓരോ സോണിലും, അതായത് ഈച്ച് സോൺ ഫാക്ടർ റെപ്രസെൻറ്റ്, ഓരോ സോൺ ഫാക്ടറും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ദ എഫക്റ്റീവ് പീരിയഡ് പീക്ക് ഗ്രൗണ്ട് ആക്സിലറേഷൻസ് ആണ്. ഓക്കെ, എഫക്റ്റീവ് പീരിയഡ് പീക്ക് ഗ്രൗണ്ട് ആക്സിലറേഷൻസ് ആണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Which may be generated, അതായത് മാക്സിമം കൺസിഡറബിൾ earthquake ground motion in the zone, ആ സോണിലുള്ള മാക്സിമം കൺസിഡേർഡ് ഗ്രൗണ്ട് earthquake ground മോഷൻ്റെ സമയത്തുള്ള എന്താണ് പീരിയഡ് പീക്ക് ഗ്രൗണ്ട് ആക്സിലറേഷൻ അതായിരിക്കും അവിടെ ഉള്ളതെന്നാണ് സംഭവം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് സോൺ ഇൻഡിക്കേറ്റ് ദ എഫക്റ്റ് ഓഫ് ആൻ earthquake at a particular place based on the observations of the affected area and can also be described using a descriptive scale like the modified Mercalli intensity scale or the Medvedev-Sponsier-Karnik scale. Okay, അപ്പം each zone indicate the effect of earthquake at a particular place based on the observations of the affected area. affected ഏരിയയുടെ ഒബ്സർവേഷൻസ് അനുസരിച്ച് എന്താണ് ഓരോ സ്ഥലത്തും പെർട്ടിക്കുലർ എന്താണ് എഫക്റ്റ് ആയിരിക്കും, ഓരോ എർത്ത് എഫക്റ്റ് ആയിരിക്കും ഓരോ സ്ഥലത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് വരുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ് യൂസിങ് ദ ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽ. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽ വെച്ചും നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യും. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എർത്ത് ക്വേക്കിനെ
എന്താ റേറ്റ് ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റി മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്ത് സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 2 സ്കെയിൽ ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സോൺ 5ൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സോൺ 5ൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. Zone 5 covers the areas with the highest risk of suffering earthquakes of intensity MSK 9 or greater. അപ്പം Zone 5 എന്താ, covers the area with the highest risk of suffering earthquake of intensity MSK എത്രയാണ്, 9 അല്ലെങ്കിൽ കൂടുതൽ. MSK എന്ന് വെച്ചാൽ എന്താണ്, മെഡ്വദേവ് സ്പോൺഷർ കാർണിക് സ്കെയിൽ, അതിനാണ് MSK എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്കെയിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്കെയിൽ അതിൽ എത്ര എണ്ണം ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സോൺ 5 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോൺ 5ലുള്ള ഏരിയാസ് എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ആണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ്, MSK സ്കെയിലിൽ 9 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് അതിൽ മാർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദ IS കോഡ് assigns the zone factor of IS കോഡിൽ അസൈൻ ചെയ്തിട്ടുള്ള സോൺ ഫാക്ടർ എത്രയാണ്, 0.36 ആണ് സോൺ 5ന് കൊടുത്തിട്ടുള്ള സോൺ ഫാക്ടർ എന്ന് പറയുന്നത്. Structural designers use this factor for earthquake resistant design of structures in Zone 5. അതായത് ഈ സോൺ 5ൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രക്ചറൽ ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, അവിടെ യൂസ് ചെയ്യുന്ന സോൺ ഫാക്ടർ, അതായത് എർത്ത് സോൺ ഫാക്ടർ എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വാല്യൂ എത്രയാണ്, 0.36 ആണ് കൊടുക്കുന്നത്. The zone factor of 0.36, അതായത് the maximum horizontal acceleration that can be experienced by a structure. ഒരു സ്ട്രക്ചറിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ആക്സിലറേഷനാണ് അത്. ഓക്കെ, അപ്പോൾ the zone factor of 0.36 is indicative of effective level earthquake in this zone. Okay, it is referred to as the very high damage risk zone. അതായത് വെരി ഹൈ ഡാമേജ് റിസ്ക് സോൺ ആയിട്ടാണ് സോൺ 5നെ പറയുന്നത്. The region of Kashmir, the western and central Himalayas, north and middle Bihar and northern east Indian region, the Rann of Kutch and the Andaman and Nicobar group of islands fall in this zone. ഇതെല്ലാം ആണ് 5th സോണിൽ വരുന്നത്. ഓക്കെ, generally the area having trap rock or basaltic rock are prone to earthquake. ട്രാപ്പ് റോക്ക് അല്ലെങ്കിൽ ബസാൾട്ടിക് റോക്ക് ഉള്ള സ്ഥലമൊക്കെ എന്താണ്, earthquake prone areas എന്നാണ് പറയുന്നത്. അടുത്തെന്താണ്, സോൺ 4 ആണ്. ഓക്കെ, സോൺ 4. This zone is called the high damage risk zone. സോൺ 4നെ ഹൈ ഡാമേജ് റിസ്ക് സോൺ എന്നാണ് പറയുന്നത്. ആൻഡ് കവേഴ്സ് ഏരിയ ലയബിൾ ടു MSK എത്രയാണ്, 8. ഓക്കെ, the IS കോഡ് അസൈൻ a zone factor of 0.34 ആണ് ഈ സോണിലെ സോൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഏതൊക്കെ സ്ഥലത്താണ് സോൺ 4ൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, അതുപോലെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പാർട്ട് ഓഫ് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ, അതായത് നോർത്തേൺ പഞ്ചാബ്, ചണ്ഡീഗഡ്, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, ടെറായി, നോർത്ത് ബംഗാൾ, Sundarbans, and the capital of the country Delhi fall in zone 4. ഓക്കെ, ഇതൊക്കെയാണ് എന്താ സോൺ 4ൽ വരുന്നത്. മഹാരാഷ്ട്ര, ദി പത്താൻ ഏരിയ ഈസ് ഓൾസോ ഇൻ, മഹാരാഷ്ട്രയിലെ പത്താൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, സോൺ 4ൽ വരും. ഇൻ ബീഹാർ, ദി നോർത്തേൺ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ഏരിയ സച്ച് ആസ് റെക്സോൾ നിയർ ദി ബോർഡർ ഓഫ് ദി ഇന്ത്യ ആൻഡ് നേപ്പാൾ ഈസ് ഓൾസോ ഇൻ സോൺ 4. And then zone 3. This zone is classified as a moderate damage risk zone which is liable to MSK 7.
The IS code assigned a zone factor of 0.16 for zone 3. Zone 3 zone factor എത്രയാണ് 0.16 ആണ്. Okay. Several mega cities like Chennai, Mumbai, Kolkata and Bhubaneswar lies in this zone. Okay, Chennai, Mumbai, Kolkata and Bhubaneswar എവിടെയാണ് സോൺ 3 ഉള്ളത്. നെക്സ്റ്റ് എന്താണ് സോൺ 2. ദിസ് റീജിയൻ ഈസ് ലയബിൾ ടു MSK 6 ഓർ ലോവർ 6 അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും സോൺ 2 എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ദി ലോ ഡാമേജ് റിസ്ക് സോൺ. ദി IS കോഡ് അസൈൻ എ സോൺ ഫാക്ടർ ഓഫ് എത്രയാണ് 0.1 ഫോർ സോൺ 2. ഇനി പറയുന്നത് സോൺ 1നെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ സോൺ 2, 3, 4, 5 അതായത് 4 സോൺ ഉണ്ടെന്നാണ് പറയുന്നത്. സോൺ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻസ് കറണ്ട് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഇൻറ്റു earthquake hazard zone does not use zone 1. ഓക്കെ, ഇപ്പം കറണ്ട് ഡിവിഷൻ ഓഫ് എന്താണ് സോൺസിൽ സോൺ 1 ഉൾപ്പെടുന്നില്ല. നോ ഏരിയ ഓഫ് ഇന്ത്യ ഈസ് ക്ലാസിഫൈഡ് ആസ് സോൺ 1. സോൺ 1 ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഏരിയയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നും ഇല്ല. ഓക്കെ, ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം മേ ഓർ മേ നോട്ട് റിട്ടേൺ ദി സോൺ ടു യൂസ്. ഓക്കെ, ഫ്യൂച്ചർ ചേഞ്ചസ് എന്താക്കാം? ഈ സോണ് കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാതിരിക്കാം. ഓക്കെ, എന്താ പറയുന്നത്? കേരള സ്റ്റേറ്റ് പാർട്ട് ഓഫ് ദി സ്റ്റേബിൾ കോണ്ടിനെൻ്റൽ റീജിയൻ ലൈസ് ഇൻ സീസ്മിക് സോൺ 3. സ്റ്റേബിൾ കോണ്ടിനെൻ്റൽ റീജിയൻ എന്നാണ് ഇതിൻ്റെ പാർട്ടാണ് എന്ത് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതെവിടെയാണുള്ളത്? സോൺ 3 ഉള്ളത്. ഓക്കെ, വേർ ദി മാക്സിമം എക്സ്പെക്റ്റഡ് സ്കെയിൽ ഇൻറ്റൻസിറ്റി വുഡ് കറസ്പോണ്ട് ടു എത്രയാണ് 8. അതായത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണ് 5.5 ആണ്. ഓക്കെ, എന്താ ബേസിക്സ് ഓഫ് സീസ്മിസിറ്റി സേഫ്റ്റി ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? earthquake can cause cracks, settlement and dislocation of plumbing and electrical line in the structure. ഒരു earthquake ഉണ്ടാകുമ്പോൾ ഒരു സ്ട്രക്ചറിൽ എന്ത് സംഭവിക്കും? ക്രാക്സ് ഉണ്ടാവും, അതുപോലെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവും, ഡിസ്ലൊക്കേഷൻസ് ഓഫ് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ലൈൻസിൻ്റെ ഡിസ്ലൊക്കേഷൻസും ഉണ്ടാകാറുണ്ട്. ഓക്കെ, സ്ട്രക്ചേഴ്സ് നീഡ് ടു ബി ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ദീസ് ഫോഴ്സസ് ആൻഡ് ഡിഫോർമേഷൻ. അപ്പോൾ എന്താണ് ഈ സ്ട്രക്ചേഴ്സൊക്കെ, അതായത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സൊക്കെ ഇത്തരം ഫോഴ്സസ് അല്ലെങ്കിൽ എന്താ ഡീഫോർമേഷൻസ് വരുമ്പോൾ അതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി അതിന് വേണം. അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിന് നമ്മൾ ഡിസൈൻ ചെയ്യണം. അങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, but to resist these forces, seismic codes has to be followed to improve the stability and durability of structure so that they may withstand earthquake. അപ്പോൾ ഇതിന് ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ സീസ്മിക് കോഡ്സ് ഫോളോ ചെയ്യണം. ഓക്കെ, സീസ്മിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? IS 1893/2002 എന്ന് പറയുന്നൊരു കോഡുണ്ട്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി, ഡ്യൂറബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. അതുപോലെ earthquake-നെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ സ്ട്രക്ചറിന് കിട്ടും. A seismic code guides engineers to construct structures which can resist seismic waves. സീസ്മിക് വേവ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ട്രക്ചേഴ്സിനെ ഉണ്ടാക്കാൻ നമ്മുടെ സീസ്മിക് കോഡ്സ് വെച്ചിട്ട് പറ്റും. അതായത് സീസ്മിക് കോഡ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളെ സ്ട്രക്ചേഴ്സ് അത്രയ്ക്ക് കേപ്പബിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സായിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ should take into account the seismic factors which are provided according to the zone ranging from അതായത് 0.1 മുതൽ 0.36 വരെ, അതായത് ഓരോ സോണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇതെല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റും.
It is important to note that seismic coefficient has been considered during construction, otherwise may result in failure of structure during earthquake. അതായത് എന്താ സീസ്മിക് കോഎഫിഷ്യൻറ്റ് കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ സീസ്മിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നൊരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. അപ്പം സീസ്മിക് കോഎഫിഷ്യൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫെയിലിയർ ഓഫ് ദി സ്ട്രക്ചർ ഡ്യൂറിങ് എർത്ത് സമയത്ത് സ്ട്രക്ചറിൻ്റെ ഫെയിലിയർ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, it is failure of building due to earthquake which causes loss of life on large scale. ബിൽഡിങ്ങിൻ്റെ, അതായത് എർത്ത് സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഫെയിലിയർ ഒക്കെ സംഭവിച്ചാൽ ഒരുപാട് ആളുകൾ എന്താണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് അകപ്പെട്ടു പോവുക, അതുപോലെ അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻ പ്രസൻറ്റ് സിനാരിയോ സീസ്മിക് ഫാക്ടർ കൺസിഡറേഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് കൺസിഡറിങ് ഡെഡ് ആൻഡ് ലൈവ് ലോഡ് ഓൺ സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഡെഡ് ലോഡും ലൈവ് ലോഡും, ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിൻ്റെ തന്നെ അവിടെയുള്ള ലോഡാണ്. ലൈവ് ലോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒക്കുപ്പൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അല്ലാതെ വരുന്ന ലോഡ്സാണ് ലൈവ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ആ സ്ട്രക്ചറിൽ മാക്സിമം ഡെഡ് ലോഡ് എത്രയായിരിക്കും, ആ സ്ട്രക്ചറിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ലൈവ് ലോഡ് എത്രയായിരിക്കും എന്നൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളതെല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് തന്നെ സീസ്മിക് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സീസ്മിക് ഫാക്ടർ എന്നാണ്, സീസ്മിക് ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീസ്മിക് ഹസാർഡ്സ്? സീസ്മിക് ഹസാർഡ്സ് എന്ന് വെച്ചാൽ എന്താ? എർത്ത് കൊണ്ട് ഉണ്ടാകുന്ന ഹസാർഡ്സ് നമുക്ക് ചിലതൊക്കെ അറിയാവുന്നതാണ്. ഗ്രൗണ്ട് ഷേക്ക്, അതുപോലെ സ്ട്രക്ചറൽ ഹസാർഡ്സ്. ഗ്രൗണ്ട് ഷേക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഗ്രൗണ്ട് ഷേക്ക് ആകുന്നത്. സ്ട്രക്ചറൽ ഹസാർഡ്സ് ബിൽഡിങ്സിന് കൂടുതൽ ഹസാർഡിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ലിക്വിഫാക്ഷൻ, അതുപോലെ ലാറ്ററൽ സ്പ്രെഡിങ്, ലാൻഡ് സ്ലൈഡ്സ്, ലൈഫ് ലൈൻ ഹസാർഡ്സ്, സുനാമി ഓർ സേഷ് ഹസാർഡ്സ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ലിക്വിഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? എർത്ത് വരുന്ന സമയത്ത് സോയിൽ എന്താവും? ലൂസാവും അല്ലേ? സോയിൽ പെട്ടെന്ന് ഷേക്ക് ആവും, അതുപോലെ വൈബ്രേഷൻ, എർത്ത് ക്വേക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് സോയിൽ ലൂസാവും. ലൂസായിട്ട് എന്ത് ചെയ്യും? സ്ട്രക്ചറിനെ സോയിൽ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഡ്യൂറിങ് എർത്ത് ക്വേക്ക് ദ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഈസ് റെഡ്യൂസ് ഡ്രാസ്റ്റിക്കലി ടു എ പോയിൻറ്റ് വെയർ ഇറ്റ് ഈസ് അൺഏബിൾ ടു സപ്പോർട്ട് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് സംഭവിക്കും? സോയിലിൻ്റെ സ്ട്രെങ്ത് എന്ത് പറ്റും? റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്ത എന്താ? ലാറ്ററൽ സ്പ്രെഡിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രിമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് റേഞ്ച് ഫ്രം നെഗ്ലിജിബിൾ ടു ക്വയറ്റ് ലാർജ് ഡ്യൂറിങ് എർത്ത് ക്വേക്കിൻ്റെ സമയത്ത് ഇൻക്രിമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് വരാറുണ്ട്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ലാറ്ററൽ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് ലാറ്ററൽ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. അതുപോലെ സുനാമി ആൻഡ് സേഷ് ഹസാർഡ്സ്. റാപ്പിഡ് വെർട്ടിക്കൽ സീ ഫ്ലോർ മൂവ്മെൻറ്റ്സ് കോസ്ഡ് ബൈ ഫോൾട്ട് റപ്ചർ ഡ്യൂറിങ് എർത്ത് ക്വേക്ക് ക്യാൻ പ്രൊഡ്യൂസ് ലോങ് പീരിയഡ് സീ വേവ്സ് കോൾഡ് സുനാമി. അതായത് എന്ത് പറ്റും? ഫോൾട്ട് റപ്ചർ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? സുനാമി വരാം. അതായത് സീ വേവ്സ് ഭയങ്കരമായിട്ട് വലുതാവാൻ വേണ്ടി അതിന് പറ്റും, വലുതാവും അത്. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കും? സുനാമി സംഭവിക്കും. ഇൻ ഓപ്പൺ സീ സുനാമി ട്രാവൽസ് ഗ്രേറ്റർ ഡിസ്റ്റൻറ്റ് അറ്റ് ഹൈ സ്പീഡ്. ഓപ്പൺ സീയിൽ എന്ത് ചെയ്യും? സുനാമി ഹൈ സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, earthquake induced waves in enclosed water bodies are called seismic. Seismic എന്ന് വെച്ചാൽ എന്താ? എൻക്ലോസ്ഡ് വാട്ടർ ബോഡിയിൽ ഉണ്ടാക്കുന്ന വേവ്സ്, അതായത് earthquake induced waves in enclosed water body. എൻക്ലോസ്ഡ് വാട്ടർ ബോഡീസിൽ earthquake കാരണം ഉണ്ടാകുന്ന വേവ്സ്, അതിനെയാണ് സീഷി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ലേക്സിൽ അല്ലെങ്കിൽ റിസർവോയേഴ്സിലൊക്കെ ഉണ്ടാക്കുന്ന ഹ്യൂജ് വേവ്സിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി എന്താ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്? ലൈഫ് ലൈൻ ഹസാർഡ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ദ നെറ്റ്വർക്ക് ഓഫ് ഫെസിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിക്കൽ പവർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ആൻഡ് സീവേജ്
oil and gas distribution and waste storage system have collectively come to known as lifelines. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ ലൈഫ് ലൈൻസ് എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രിക് പവർ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ വെള്ളം, ഓയിൽ, ഗ്യാസ്, അതുപോലെ വേസ്റ്റ് സ്റ്റോറേജ്, ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈഫ് ലൈൻ ഫെയിലിയർ not only has severe economic consequences but can also adversely affect the environment and quality of life following an earthquake. എന്ന് വെച്ചാൽ എന്താ? ഈ ലൈഫ് ലൈനിനൊക്കെ, ഈ പറഞ്ഞ ലൈഫ് ലൈൻ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ലൈൻസിനൊക്കെ എന്ത് സംഭവിക്കും? എർത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം എന്താണ്? താറുമാറായി പോവും. അതായത് ഇലക്ട്രിക്കൽ പവറൊന്നും നമുക്ക് കിട്ടില്ല, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കില്ല, ട്രാൻസ്പോർട്ടേഷനൊന്നും ചെയ്യാനേ പറ്റില്ല, അതുപോലെ ഗ്യാസ്, സീവർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലൈഫ് ലൈൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിക് കോൺസിക്വൻസസ് മാത്രമല്ല, അതിന് എന്താണ്? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത സാഹചര്യം, അതിനെയും എന്താണ്? എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായാൽ അത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഓരോ ആൾക്കാരിലും എഫക്റ്റ് ചെയ്യുന്നതെന്ന് ആണ് പറയുന്നത്. ഓക്കെ.